UDF തരംഗം കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഏത് ശബരിമല വിഷയമൊന്നും പ്രതിഫലിക്കില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് ശബരിമല ഒരു പ്രശ്നമേ ആയിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ ശബരിമലയെ പുച്ഛിച്ച് തള്ളുമായിരുന്നല്ലോ. അത് അവരുടെ നിലപാടതായിരുന്നു. ഞങ്ങൾ ആദ്യം മുതലേ അക്കാര്യത്തിൽ ഉറച്ച നിലപാടുമായിട്ട് നിൽക്കുകയായിരുന്നു. BJPക്കും അക്കാര്യത്തിൽ കള്ളക്കളിയായിരുന്നു. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP സീറ്റുകൾ വിജയിച്ചത് താങ്കൾ ചോദിച്ചു. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. CPMന്റെ ഔദാര്യത്തിലാണ് പലയിടത്തും BJP ജയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ പറയാണ്, PMC പദ്ധതിയിലും ലേബർ കോഡിലും ദേശീയപാത അഴിമതിയിലും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കുന്ന CPM. ഞാനിപ്പോ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായിട്ടുള്ള ആശയദാരിദ്ര്യം, അവരുടെ എല്ലാം ഐഡിയോളജി തകർത്തെറിഞ്ഞ് ഇപ്പൊ അവർക്ക് ഐഡിയോളജി ഒന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മോഡിയുടെ മുന്നിൽ കവാത്തു മറക്കുന്ന ശൈലി തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് എന്തുകൊണ്ടാണ് കാരണസഹിത ഞാൻ പറഞ്ഞത് 1, 2, 3 ഓരോ കാരണസഹിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെന്റ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെന്റാണെന്നായി. ഇതുപോലെ തന്നെ ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDFന്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഈ പ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെന്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എന്റെ വിശ്വാസം. നേതാക്കന്മാരാരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് താഴോട്ട് പോകേണ്ട കാര്യം. സ്ഥാനാർത്ഥികളെല്ലാം താഴെ നിന്ന് തീരുമാനിക്കപ്പെടണം, വാർഡ് തലത്തിൽ തീരുമാനിക്കപ്പെടണം. അതുകൊണ്ട് എന്തായി, സാധാരണഗതിയിലുണ്ടാകുന്ന റിബൽ ശല്യങ്ങൾ ഇല്ലായിരുന്നു കോൺഗ്രസ്. താഴെ നിന്ന് തന്നെ വാർഡ് തലത്തിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥികളാണ് മിക്കവിടത്തുണ്ടായത്, ബ്ലോക്കിലും ജില്ലയിലും. സാധാരണ ഏത് വിജയത്തിലും ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് സത്യമായിട്ടും CPMന്റെ ഏറ്റവും വലിയ തകർച്ചയാണ്. കൊല്ലത്ത് 35 വർഷത്തിന് ശേഷം കൊല്ലത്ത്, അതായത് താങ്കളുടെ തൊട്ടടുത്ത ജില്ലയിൽ കൊല്ലത്ത് വളരെ വലിയൊരു വിജയമാണ് UDF. ഇതെങ്ങനെയാണ് കാണുന്നത്? കൊല്ലം ജില്ലയിൽ തന്നെ നല്ല വിജയമാണ്. കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്നുവരെ നമ്മൾ ജയിച്ചിട്ടില്ല. ആ വിജയം വലിയ സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കൊല്ലത്തെ ജനങ്ങളുടെ ശരിയായിട്ടുള്ള വികാരം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഈ BJPയുടെ ഇത് ഒരു ഞെട്ടിപ്പിക്കുന്നതാണോ? അത് ഈ സീറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ കണ്ടതുപോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP ശക്തിപ്പെടുന്നിടത്ത് ഞങ്ങളെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ കോർപ്പറേഷനും ഞങ്ങളുടെ നില ഞങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ പാർട്ടി നന്നായിട്ട് പോരാടി. ചിലയിടത്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. അവസാനം CPMന്റെ നിലപാട് എന്തായിരുന്നു? അവിടെ കോൺഗ്രസിനെ പരമാവധി തോൽപ്പിക്കലായിരുന്നു അവിടെ നിലപാട്. ഞങ്ങൾ BJP പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി ശ്രമിച്ചപ്പോൾ CPM തിരിച്ചായിരുന്നു ശ്രമിച്ചത് അവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ അത് CPMന്റെ പരിശോധിച്ചാൽ അറിയാം. CPMന്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് ഈ BJPക്ക് ഒരു മേയറെ കൊടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റ് CPMന് എടുക്കാം. കൃത്യമായിട്ടും BJPക്ക് ഒരു മേയറെ തിരുവനന്തപുരത്ത് കൊടുത്തതിന്റെ ക്രെഡിറ്റ് CPMന് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ്? പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അസംബ്ലി തൂത്തുവാരും കേരളത്തിൽ. ഇത് ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിന്റെ ഇരട്ടി കാര്യം, ഇതൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം, ഇത് രാഷ്ട്രീയ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് അസംബ്ലി UDF തൂത്തുവാരിയിരിക്കും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് നയിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ദാഷ്ട്യത്തിന് കിട്ടിയൊരു മറുപടിയാണോ ഈ ജനവിധി? അല്ല, അതുകൊണ്ടാണല്ലോ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി ഉപയോഗിച്ച ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ലേ?
വികൃതമായ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവനാണ് മോശമെന്ന് പറയുന്ന ഒരു സ്ഥിതി അദ്ദേഹം നടത്തിയത് കണ്ടില്ലേ? അപ്പൊ അദ്ദേഹം അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും എല്ലായ തിരിച്ചടി തന്നെയാണ് ഇതെന്ന് സംശയം വേണ്ട. അദ്ദേഹം ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചു, എന്നെ വെല്ലുവിളിക്കും. നിങ്ങളറിയാം, നിങ്ങളെല്ലാം ഡൽഹിയിലെ പത്രക്കാരാണ്. UDF MPമാർ കേരളത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞെന്താണ്, UDF MPമാർ കേരളത്തിലെ ആവശ്യം ഉന്നയിക്കും. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു തരണം. അദ്ദേഹത്തെ ഏത് രീതിയായാലും ഞങ്ങൾ തയ്യാറാണ്. ആവട്ടെ, സംവാദം കേരളത്തിന് വേണ്ടിയുള്ള സംവാദമാവട്ടെ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അതാണ് ഈ വലിയ വിജയത്തിലും സമയത്ത് മുഖ്യമന്ത്രിയും CPM ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഉന്നയിച്ചിരുന്ന ലൈംഗിക പീഡന കേസുകളായി. അത് അല്ല, അതിലൊക്കെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടിനെയാണ് ജനം അംഗീകരിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. CPM-നെ പോലെ അല്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ വലിയ വിജയത്തിലും സ്വന്തം വാർഡ് പരാജയപ്പെട്ടു എന്നൊരു പ്രചരണം നടക്കുന്നു. അല്ല, ആ വാർഡ് ജയിക്കും തോക്കുകയും ചെയ്യുന്നതാണ്. മുമ്പ് തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അത് LDF-ഉം UDF-ഉം ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. പക്ഷെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. മനസ്സിലായല്ലോ? നാളത്തെ റാലി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഡിസംബർ 14 രാംലീല മൈതാനം കാണുന്നത് ഏറ്റവും മികച്ച വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ വേദിയായി. 5 കോടി ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളിൽ നിന്നും വോട്ട് ചോരിക്കെതിരായിട്ട്. ആ വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഒപ്പ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് രാംലീല മൈതാനിൽ നടക്കുന്നത്. ഇത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഈ ഒപ്പുകൾ സഹിതം രാഷ്ട്രപതിക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ: മെഷീൻ റീഡബിള് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കണം. എന്താണ് കുഴപ്പം? രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ്. 2 CCTV ഫോട്ടേജ് നിങ്ങൾ മനസ്സിലാക്കിയോ? അമിത്ഷാ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞ് കോടതിയിൽ പോയാൽ കിട്ടില്ല എന്നാണ്. പഞ്ചാബ് ഹരിയാന കോടതിയാണ് പറഞ്ഞത് കൊടുക്കാൻ. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ ഇറക്കിയത്. CCTV ഫുട്ടേജ് 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണം എന്നല്ലേ. വീണ്ടും അദ്ദേഹം പറഞ്ഞ കോടതിയിൽ പോയാലും കിട്ടും. എന്ത് ബാലിശമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ CCTV ഫുട്ടേജ് 45 ദിവസം കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ള ഉത്തരവ് പിൻവലിക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുകൾ കൊടുത്ത ഈ ഇമ്മ്യൂണിറ്റി ഒഴിവാക്കണം. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിട്ടുള്ള വ്യാപകമായ പരാതികൾ അവസാനിപ്പിക്കാൻ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാ തലങ്ങളിലും ഉണ്ടാക്കണം. അത് സാങ്കേതിക വിദഗ്ധരെ പ്രത്യേകമായിട്ടുണ്ടാക്കണം. അവരെ കാണിച്ചുകൊണ്ട് അതുണ്ടാക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് ഞങ്ങൾ ലോക്സഭയിലും ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാലി. ഇത് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും.